അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത് നമുക്ക് തുടങ്ങാം. നമ്മളങ്ങനെ കബോൺ പാർക്കിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നേരെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ മ്യൂസിയം കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുകയാണ്. 2 പേർക്ക് 190 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത്. 100 രൂപയാണ് ഒരാൾക്കെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. എന്തായാലും ഓൺലൈൻ വഴി എടുത്തുകൊണ്ടാവാം റേറ്റ് കുറവായിരുന്നു. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പല കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികളെ അവിടെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുവാൻ ഈ പറയുന്നത് പോലെ സ്കൂളുകളിലെ ടീച്ചർമാരെല്ലാം കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭാരതരത്ന ജേതാവായ വിശ്വേശ്വരയ്യയുടെ ഒരു ശില ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും 2-3 മണിക്കൂറോളം ചുറ്റി നടന്ന് കാണാനുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ചേർന്ന ഭാഗം തന്നെയായിരുന്നു ഈ ഒരു മ്യൂസിയം. ശരിക്കും ഇതിനോട് നല്ല താല്പര്യമുള്ള വ്യക്തികൾക്കാണെങ്കിൽ ബോറടിക്കാതെ തന്നെ കണ്ടു തീർക്കാനും അതിലുള്ള അതിശയകരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാഴ്ചകൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഓരോ ചെറിയ ചെറിയ മെഷീനറികളുടെയും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിശദീകരിച്ച് തരാൻ കഴിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ബാക്കി കാഴ്ചകൾ തന്നെ കാണാം നമുക്ക്.
ഇവിടെ ഓ പ്രസ് ചെയ്യണല്ലേ? Humans using animal power is the human muscle power. Proceed. പറക്കാവൂലേ? കറക്കി എടുക്കുന്നതായിരിക്കും. ഷെവർലെറ്റ് കാറിൻ്റെ എഞ്ചിനാണ്, ഷെവർലെറ്റിൻ്റെ എഞ്ചിൻ. അങ്ങനെ 1 മണിക്കൂറോളം ചുറ്റിക്കറങ്ങി മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ പോകുന്നത് വിധാൻസഭ കാണാനാണ്. വിധാൻസഭ എന്ന് പറഞ്ഞാൽ കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ്. പഴയകാല രാജഭരണ കാലഘട്ടത്തിലെ നിർമ്മിതി വളരെ അതിശയകരമായി തോന്നി. എന്തായാലും വിധാൻസഭയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ച് നമ്മളടുത്ത് പോകുന്നത് അവിടുത്തെ തന്നെ ഒരു ഫേമസ് ആയ വെജിറ്റേറിയൻ ഫുഡ് ലഭിക്കുന്ന വി പുരം ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ശരിക്കും ഒത്തിരിയേറെ ഫുഡ് ഐറ്റംസ് ലഭിക്കുന്ന ഒരു ഭാഗമാണ് വി പുരം. ഒട്ടുമിക്ക ആൾക്കാർക്കും, ബാംഗ്ലൂരിൽ പോകുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴി ഓട്ടോയിലിടുന്നുള്ള കാഴ്ചകളൊക്കെയാണ് പിന്നെ കാണുന്നത്. പല ഭാഗത്തും പശുക്കളൊക്കെ നിറഞ്ഞ ഒരു ക്രൗഡുള്ള ഒരു റോഡ് തന്നെയായിരുന്നു. പല ഭാഗത്തും വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവിടെ. എന്തായാലും നല്ല തിരക്കായിരുന്നു. ഓട്ടോയ്ക്കുള്ളിൽ ഇരിക്കുമ്പോഴും ശരിക്കും ചില സമയത്തൊക്കെ നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് തന്നെയായിരുന്നു. പലരും നമുക്ക് ചുറ്റാകെയൊക്കെ പോകുന്നത് കാണുമ്പോൾ
അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഒരു ദിവസം ഏകദേശം പൂർത്തിയാവാനായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഏകദേശം 6 മണിയോട് കൂടിയാണ് വിവിപുരത്ത് എത്തിയിരിക്കുന്നത്. ശരിക്കും ഒരുപാട് വൃത്തിയൊക്കെ പ്രതീക്ഷിച്ച് ആരും അവിടെ പോയി ഫുഡ് കഴിക്കാതിരിക്കുക. ഒരുപാട് ഇനം വെറൈറ്റി ഫുഡുകൾ ലഭിക്കുന്ന ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈച്ചയുടെയൊക്കെ ശല്യം ഒത്തിരി ഉണ്ട്. എന്നാൽ തന്നെയും വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 1 മണി വരെ ഇവിടെ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ അധികം ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. 2 ഐസ്ക്രീം മാത്രം വാങ്ങി കഴിച്ചിട്ട് നേരെ റൂമിൽ പോവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസത്തെ കാഴ്ചകൾ കൂടി ഈ വീഡിയോയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്നും തിരിച്ച് വന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് ആ ഒരു ഗാർഡനിൽ നിന്നും നമുക്ക് ലഭിച്ചത്. പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്ന് രാവിലെ പ്രഭാത നടത്തത്തിനും മറ്റും എത്തുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കും ഒത്തിരി ദൂരം നടന്ന് ശരിക്കും ഒരു എനർജി കൈവരിക്കാൻ കഴിഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു പിന്നീടുള്ളത്. സൈഡിലോട്ട് പോവാം നമുക്ക്. ഇതൊക്കെ ഉണ്ടടി, സമയമുണ്ടല്ലേ വെളുക്കോളം. മഹാരാജ സ്റ്റാച്ചു അങ്ങോട്ടാണ് കേട്ടോ. ലേക്ക് ആൻഡ് വാട്ടർഫാൾ അങ്ങോട്ടാണ്. ഡ്രിങ്കിങ് നമുക്ക് ലേക്ക് കിട്ടിയാൽ മതി. മഹാരാജ സ്റ്റാച്ചു, ലേക്ക് ആൻഡ് വാട്ടർഫാൾ, ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ പോകുന്നത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ സ്ട്രെയിറ്റാണ് പോകുന്നത്. അവിടെ ഒരു അമ്മാവൻ്റെ തല ഇരിപ്പുണ്ട്. ആരാണെന്ന് അറിയില്ല, വായിച്ചു നോക്കിയിട്ട് പറയാം. അന്ന് കയറുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയുടെ പ്രതിമയാണിത്. നിറയെ പനകൾ, ജാതി മരങ്ങൾ. എനിക്ക് സൂം ചെയ്തോട്ടെ. HMD വാച്ചസിൻ്റെ എംബ്ലം ചോദിച്ചാണ് പഴയ അവർ ചിലപ്പം ചെയ്തതായിരിക്കും. HMD വാച്ച്. അതായിരുന്നു വാട്ടർഫാള്. ഇതെവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, സൂപ്പറാണ്. സ്റ്റാച്ചുവിൻ്റെ ഡീറ്റെയിൽ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് വെട്ടിയാണണ്ട ആശേ? ഇത് വെട്ടിയാണണ്ട? കുത്തി വരെ കുടിച്ചൊക്കെ വെച്ചേക്കണം. ഇതാണ്ട് ചേച്ചിയാ വെള്ളപ്പൂ.
ട്രീ ഫോസിൽ ഫോസിലായി നിൽക്കുന്നു. ഇത് കൊള്ളാം. ഒരു വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ അവിടെ. മെയിൻറ്റെയിൻ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷെ മെയിൻറ്റെയിൻ കാര്യമായിട്ട് ചെയ്യുന്നില്ല. വെട്ടി നടക്കുന്നില്ല. പപ്പായ കുഞ്ഞാ. പൂക്കൾ പന്നിനീർ പൂക്കൾ കാണുന്ന ഈ കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലെ, ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ട്രീ ഫോസിൽ. പഴയ ഒരു മരത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. അതായത് അതുപോലെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഇതിൽ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ട്രീ ഫോസിൽ. അത് തമിഴ്നാട് നിന്നുണ്ടോന്ന് എൻ്റെ ആശേ. 20 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ലേക്ക് ആൻഡ് വാട്ടർഫാളും അങ്ങോട്ടാണ്. ലേക്ക് ആൻഡ് വാട്ടർഫാളും റോസ് ഗാർഡനും കാണാൻ വേണ്ടിയാണ് അടുത്ത് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. കൂടെ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നു പോകും നമ്മൾ എവിടെയാണെന്ന്. ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരിയേറെ പൂക്കൾ നിറഞ്ഞ ഒരു കാഴ്ചകൾ തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് സമ്മാനിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ വൈവിധ്യങ്ങളാർന്ന ചെടികളും പൂക്കളും എല്ലാം ചേരുന്ന ശങ്കരീനം സംഗമ സ്ഥലമാണല്ലോ. റോസ് ഗാർഡൻ ലെഫ്റ്റ് ഹാൻഡ് ആശേ. ബിഗ് സിൽക്ക് ട്രീ വലത്തോട്ടാണ്. ഇത് ഫോട്ടോ എടുക്കണല്ലേ? എന്നിട്ട് പുറത്തിറങ്ങണം. സമ്മർ പാലസിൽ പോകാം. സമയമാവും. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നതാണ് ലേക്ക്. ലാൽബാഗ് ഹിൽ അങ്ങോട്ടും വെസ്റ്റ് ഗേറ്റ് വലത്തോട്ടുമാണ്. അതിലേ പോയാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ എന്തായാലും സ്റ്റെപ്പ് കയറി ബൊട്ടാണിക്കൽ ഗാർഡനിലെ ലേക്കിലെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഇതാണ് തണുത്ത കാലടിച്ചത്. ഇത് വെള്ളത്തിൻ്റെ ചെടി തന്നെയാണ്. മണി പ്ലാന്റ് വെള്ളമായിട്ടാണ്. കൃത്യമായിട്ടുണ്ടാക്കി വലിയ ആശയം. അരളി നിൽക്കണം റെഡിയാശേ. ഇത് കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. ഇവിടെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സംഭവമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
രാവിലെ ഒത്തിരിയേറെ ഇവിടുത്തെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റും ബാംഗ്ലൂരിൽ നിന്ന് ഒത്തിരിയേറെ ആളുകളൊക്കെ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതേ കണ്ടോ, ചാടി കളിക്കുകയാണ്. അതുപോലെ നമുക്കൊരു പല പല ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണിത്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ലഘു രേഖയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വെൽക്കം ടു ലാൽബാഗ്. വേൾഡ്സ് ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ 240 ഏക്കറുണ്ട്. പുതിയ അറിവാണ്. 240 ഏക്കറുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഈ നമ്മുടെ ലാൽബാഗ്, ബാംഗ്ലൂരുള്ള കർണാടക സംസ്ഥാനത്തെ. 16-ാം നൂറ്റാണ്ടിലാണ് കെമ്പഗൌഡ എന്ന ബാംഗ്ലൂരിൻ്റെ ഫൗണ്ടറായ അതായത് ബാംഗ്ലൂരിൻ്റെ തലവനായിരുന്ന കെമ്പഗൌഡയാണ് ഇത് ഫോം ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൽ പലതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ വെള്ളമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെങ്കിൽ സൂപ്പറായിരുന്നല്ലേ. ഒന്നും വെൽ മെയിൻറ്റൈൻഡല്ല, അതാണ് പ്രശ്നം. പാമ്പും ചീങ്കണ്ണിയും ഉടുമ്പുംചോല വാസവും ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മളെ അറിയാം. അങ്ങനെ ഒരു 2.5 മണിക്കൂറോളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണാനും അതുപോലെ തന്നെ ബാംഗ്ലൂരു ഫോർട്ട് എന്നറിയപ്പെടുന്ന ഡെങ്കൻ ഫോർട്ട് കാണാനും പിന്നീട് ബാംഗ്ലൂരു പാലസ് കാണാനൊക്കെയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലാണ് വരുന്നത്. യാത്ര തരുന്ന പാഠങ്ങൾ ഒരുപാട് വലുതാണെന്ന് തിരിച്ചറിവാണ് ഓരോ യാത്രകളും. യാത്രകൾ തുടരുകയാണ്. കൂടെ കാഴ്ചകൾ. നന്ദി.